സോ നമ്മൾ പോർട്ടൽ ഫ്രെയിം മെത്തേഡ് പോലെ തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൻ്റെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡ്, അതായത് ഹൊറിസോണ്ടൽ ലോഡ്സിന് വേണ്ടിയുള്ള അനാലിസിസിനുള്ള വേറൊരു മെത്തേഡാണ് കാൻറ്റിലിവർ മെത്തേഡ്. സോ ഇതിനും 2-3 അസംഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം അസംഷൻ തന്നെയാണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അറ്റ് ദി മിഡിൽ. കോൺട്രാഫ്ലക്ഷൻ അറ്റ് ദി മിഡിൽ ഓഫ് ദി മെമ്പർ. എല്ലാ മെമ്പറിന്റെയും സെന്ററിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സസ് ഡ്യൂ ടു ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് നമ്മുടെ കോളംസിൽ ആക്സിയൽ ഫോഴ്സസ് വരും. സോ ആക്സിയൽ ഫോഴ്സസ് ഓൺ ദ കോളംസ് അങ്ങനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ആക്സിയൽ ഇപ്പോൾ ഒരു കോളം ഫസ്റ്റ് കോളത്തിൽ വരുന്ന ആക്സിയൽ ഫോഴ്സ്, അങ്ങനെ ഓരോ കോളത്തിലും ആക്സിയൽ ഫോഴ്സ് വരും. സോ F/A, അതായത് ഫോഴ്സ് ബൈ ഏരിയ, ആക്സിയൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിയൽ ഫോഴ്സ്, അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ് എന്ന് പറയാം. സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എക്സ് ബാർ, അതായത് x1 ബാർ ഓർ ദ സെൻട്രോയിഡിൽ നിന്ന് നമ്മുടെ കോളത്തിലോട്ടുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സെൻട്രോയിഡ് ടു ദി കോളം. ഓരോ കോളത്തിലും വരുന്ന ആക്സിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് F/A, ആക്സിയൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡ് ടു ദി കോളം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ നമ്മൾ എങ്ങനെയാണ് ഈ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്? സോ ഇതൊരു ചെറിയൊരു ഇതാണ്, ഒരു ഫ്രെയിമാണ്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഫ്രെയിമാണ്. സോ ഈ ഡിസ്റ്റൻസ് നമ്മൾ 3 മീറ്റർ ആണ്, ഇതിൻ്റെ 4 മീറ്റർ ആണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ് ഏരിയ. സോ ഓരോ കോളത്തിൻ്റെയും ഏരിയ എ ആണ് എന്നുണ്ടെങ്കിൽ ആക്സിയൽ സ്ട്രെസ്, ഇതിൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണെന്ന് വിചാരിക്കാം. സോ F1 ആണ് ആക്സിയൽ ഫോഴ്സസ്. സോ ഈ F1/A എന്ന് പറയുന്നത് F1/A ഇസ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. സോ എക്സ് ബാർ എവിടെയെങ്കിലുമാണ്, സോ എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ എക്സ് ബാർ എവിടെയാണോ അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് ആയിരിക്കും x1 ബാർ, x2 ബാർ, x3 ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ കോളത്തിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. സോ എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ A1 x1 പ്ലസ് A2 x2 എക്സെട്ര. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച്, എത്ര കോളംസ് ഉണ്ടോ അതിനനുസരിച്ച് A1 x1 പ്ലസ് A2 x2. സോ A1 എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൻ്റെ ഏരിയ ഇൻറ്റു x1 എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ, അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് എവിടെ നിന്ന് കഴിക്കും നമുക്ക് മെഷർ ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഉള്ള ലെങ്ത്. സോ ഓരോ കോളത്തിലോട്ടുള്ള ലെങ്ത് ഫസ്റ്റ് കോളത്തിൽ നിന്നാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളത്തിലോട്ടുള്ള ലെങ്ത് 0 ആയിരിക്കും. ഇത് 0 ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് കോളത്തിലുള്ളത് ഈ ലെങ്ത് എടുക്കാം, ലാസ്റ്റ് കോളത്തേക്ക് ഈ ടോട്ടൽ ലെങ്ത് എടുക്കാം. സോ അങ്ങനെ A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ A1 ടോട്ടൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കിട്ടും. സോ അത് എത്ര എക്സ് ബാർ എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് സെൻട്രോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻട്രോയിഡിൽ നിന്ന് എത്ര അകലെയാണ് ഓരോ കോളം ഉള്ള മെഷർമെൻ്റ് ആണ് നമുക്ക് പിന്നെ ആ മെഷർമെൻറ്റിന് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്താ പറയുന്നത് നമ്മുടെ ആക്സിയൽ സ്ട്രെസ് F1/A1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓരോ പ്രോബ്ലം ഉണ്ട്, ആ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഒരു 20 കിലോമീറ്റർ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് വിചാരിക്കും. സോ സാധാരണ ഒരു നോർമൽ പോർട്ടൽ ഫ്രെയിമാണ്, സോറി ഒരു നോർമൽ പോർട്ടൽ ഫ്രെയിം അല്ലെങ്കിൽ ഒരു നോർമൽ ഫ്രെയിം ബിൽഡിംഗ് ഫ്രെയിമാണ്, സിംഗിൾ സ്റ്റോറിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, ഇത് 5 മീറ്റർ ആണെന്ന് വിചാരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു സിമെട്രിക്കൽ സ്ട്രക്ചർ ആയത് കാരണം സെൻറ്ററിൽ തന്നെ ആയിരിക്കും. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് എടുക്കാം നമുക്ക് കേട്ടോ. സോ ഏരിയ ഗിവൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ
ഏരിയ ഈക്വൽ ആണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഈക്വൽ രണ്ടിനും ഏരിയ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ്റെ ഏരിയ രണ്ടും ഈക്വൽ ആണ് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ആക്സിയൽ സ്ട്രെസ്. സോ ഇവിടെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് കോളത്തിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് F1 ആണ്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇതാണെങ്കിൽ ഇതിന് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫോഴ്സ് എടുക്കുക. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫോഴ്സ് എപ്പോഴും മാർക്ക് ചെയ്യുക. ടെൻസൈലായിട്ടാണ് നമ്മൾ എപ്പോഴും ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സോ F1 എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. സോ F1 by A ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? x1 bar. സോ സെൻട്രോയിഡ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ x bar ആദ്യം കണ്ടുപിടിക്കാം. x bar equal to A1 x1 രണ്ട് മെമ്പറല്ലേ ഉള്ളൂ. A1 x1 plus A2 x2 divided by A1 plus A2. ഇതാണ് ഇക്വേഷൻ. രണ്ട് മെമ്പറുകളുണ്ട്, ഇതാണ് ഇക്വേഷൻ. മൂന്നെണ്ണത്തിൽ A1 A3 x3 കൂടെ ഉണ്ടാവും. സോ അങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ ഫസ്റ്റ് ഇതിൻ്റെ ഈ മെമ്പറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A ആണ്. സോ ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് ഈ കോളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ x1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഞാൻ മെഷർ ചെയ്യുന്നത്. സോ x2 എന്ന് പറയുന്നത് ഈ 4 മീറ്റർ ആയിരിക്കും. സോ A × 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ 2A. സോ 4A by 2A എന്ന് പറയുന്നത് x ബാർ എന്ന് പറയുന്നത് 2 മീറ്ററിലാണ് കിട്ടും. അതായത് കറക്റ്റ് ഇതിൻ്റെ സെൻട്രോയിഡ് വരുന്നത് എവിടെയാണ്? കറക്റ്റ് ഇതിന് 2 മീറ്ററിനായിരിക്കും. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. സോ ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ആൻഡ് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. സോ അപ്പോൾ x1 ബാർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ആൻഡ് x2 ബാർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് x1 ബാർ. സെക്കൻഡ് കോളത്തിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് x2 ബാർ. നമ്മൾ പറഞ്ഞു F1 by A ഈസ് പ്രപ്പോർഷണൽ ടു x1 ബാർ. അതേപോലെ തന്നെ F2 by A ഈസ് പ്രപ്പോർഷണൽ ടു x2 ബാർ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് എടുക്കാം. റേഷ്യോസ് എടുക്കുന്ന സമയത്ത് F1 by F2 ഈസ് പ്രപ്പോർഷണൽ ടു x1 ബാർ by x2 ബാർ എന്ന് കിട്ടും. ഓക്കെ, സോ ഈക്വൽ ടു പ്രപ്പോർഷണൽ നമ്മൾ ഡിവൈഡ് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും x1 ബാർ by x2 ബാർ. സോ F1 by F2 is equal to 2 by 2 and 1 കിട്ടി. സോ F1 is equal to F2 എന്നാണ് കിട്ടുക. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ F1ൻ്റെയും F2ൻ്റെയും സോ F2 ഇതാണ് കേട്ടോ, F1 F2. സോ F1 F2 ഈക്വൽ ആണെന്നാണ് അർത്ഥം. പക്ഷേ നമ്മളിവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മളൊരു ഓക്കെ, ഞാനിവിടെ കോൺട്രാഫ്ലക്ഷൻ്റെ അവിടെ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെയാണ് സെൻട്രോയിഡ് കറക്റ്റ് വരുന്നത്. സോ സെൻട്രോയിഡിൻ്റെ ഈ എൻഡിൽ നമുക്ക് F1 ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് സെൻട്രോയിഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എല്ലാം താഴോട്ടും, അതായത് നമ്മുടെ ആക്സിയൽ ഫോഴ്സ് താഴോട്ടും, ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ മുകളിലോട്ടാണ് എടുക്കേണ്ടത്. അതായത് ലെഫ്റ്റ് സൈഡ് ഓഫ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ടെൻസൈലും ലെഫ്റ്റ് ഓഫ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ടെൻഷനായിട്ടും റൈറ്റ് എന്ന് പറയുന്നത് കംപ്രഷനായിട്ടും എടുക്കണം. ഓക്കെ, നമ്മൾ എടുക്കേണ്ട കാര്യം ലെഫ്റ്റ് എന്ന് പറയുന്നത് ടെൻഷനായിട്ടും റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്സിയൽ ഫോഴ്സ് ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പോസിറ്റീവ് കൊടുക്കാറ്. സോ F1 താഴോട്ടും F2 മുകളിലോട്ടായിട്ട് വേണം. സെൻട്രോയിഡ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആക്സിയൽ ഫോഴ്സ് ഇങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 2.5 മീറ്റർ. ഇത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്, അവിടെ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ F1 ഇതാണ്, F2 ഇതാണ്. സോ ഇവിടുത്തെ നമുക്ക് F1 ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ റിസൾട്ട് ഉണ്ട്. ഈ ജോയിന്റിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നും ഇല്ല അല്ലേ? സോ അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ ചെയ്തു മാർക്ക് ചെയ്യാണ്? ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും എന്നത് മാർക്ക് ചെയ്യണം. സോ ഇവിടുത്തെ ആക്സിയൽ ഫോഴ്സ് ആയിരിക്കും ഈ ബീമിലെ ഷിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോളത്തിൽ വരുന്ന ആക്സിയൽ ഫോഴ്സ് ആയിരിക്കും ബീമിലെ ഷിയർ എന്ന് പറയുന്നത്. സോ ഈ മാഗ്നിറ്റ്യൂഡ് ഇവിടെ F1ഉം F2 ആയിരിക്കും. സോ F1 F2 ഈക്വൽ ആണല്ലോ. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? F1 ഈക്വൽ ടു F2
F1 equal to F2. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ F1 equal to F2 എന്ന് കിട്ടി. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് F1 or F2 ആയിരിക്കും. സോ ഈ ഷിയർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഈ കോൺട്രാഫ്ലെക്ഷൻ, ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ ഞാൻ O1 ഇതിനെ O2 എന്ന് വിളിക്കുകയാണ്. സോ സിഗ്മ എം അറ്റ് O1 ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. സോ ഇതിന് അബൌട്ട് ആയിട്ടുള്ള ഇവിടെ ഫോഴ്സ് ഉണ്ട് 20 ഉണ്ട്. സോ എന്തുണ്ട്? നമുക്ക് F2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് 4 മൈനസ് 20 ഇൻറ്റു മൈനസ് ക്ലോക്ക് വൈസ് പ്ലസ് 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2.5. ഓക്കെ, ഈക്വൽ ടു 0. ദെൻ F2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 20 ഇൻറ്റു 2.5 വരുമ്പോൾ 50/4 എന്ന് പറയുമ്പോൾ 12.5 എന്നാണ് വരിക. സോ 12.5 കിലോമീറ്റർ ആയിട്ട് നമ്മുടെ F1 വരുന്നത്, F1 ഓർ F2 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ നമ്മൾ എം അബൌട്ട് O1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തു. ദെൻ മൈനസ് F2 ഇൻറ്റു, അപ്പോൾ നമ്മൾ മൊമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഈ O1 ഇതാണ്. സോ ഇതിനെ അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുന്ന സമയത്ത് മൈനസ് F2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് F2 ഇൻറ്റു 4 പ്ലസ് 20 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടി. ദെൻ F2 ഈസ് ഈക്വൽ ടു 50/4, ദാറ്റ് ഈസ് 12.5 കിലോന്യൂട്ടൺ ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ല? സോ അങ്ങനെ F1 F2 അതായത് ഇവിടുത്തെ കിട്ടിയത് 12, ഇവിടുത്തെ ഷിയർ എന്ന് പറയുന്നത് 12.5 കിലോന്യൂട്ടൺ ആണ് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷിയർ കിട്ടി. ഇവിടുത്തെ ഷിയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഷിയർ കിട്ടിയപ്പോൾ ഇവിടെ നമ്മൾ മൊമെന്റ് കണ്ടുപിടിച്ചു. ആ മൊമെന്റ് വെച്ചിട്ട് നമ്മൾ ബീം മൊമെന്റ് കണ്ടുപിടിച്ചു. ബീം മൊമെന്റ് വെച്ചിട്ട് നമ്മൾ ബീമിലുള്ള ഷിയർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തു. സെയിം സ്റ്റെപ്പ് ഇവിടെയുള്ള നമുക്ക് എന്ത് കിട്ടി? 12.5 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോന്നിലുള്ള കണ്ടുപിടിച്ചൂടെ? സോ 12.5 ഇൻറ്റു 2. സോ ഈ ലെങ്ത് 2 മീറ്റർ ആണ്. സോ 12.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 25. രണ്ടിൽ നമുക്ക് 25 വരും. സോ ഇവിടെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സെയിം 25 വരും. 25 അതേപോലെ ഇവിടെയും 25. ഓക്കെ, സോ നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഷിയറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇരിക്കുമല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അതിന്. സോ 25 + 25 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ 5, ദാറ്റ് ഇസ് 10. സോ ഇതായിരിക്കും ഇവിടുത്തെ ഷിയർ. സോ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവും. നിങ്ങൾക്ക് ഇത്രയും ഞാൻ ഡയഗ്രാം വെച്ചെന്ന് മനസ്സിലായി ഉണ്ടാവുമല്ലോ. സോ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിൽ ഇങ്ങനെ വരും. 25 മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് കോൺട്രാഫ്ലെക്ഷനിലൂടെ പാസ് ചെയ്ത് പോയി. ഇവിടെ അതുപോലെ തന്നെ 25 തന്നെയാണ്. ഇങ്ങനെ ഡയഗ്രാം. സോ ഇപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് 10 വെച്ചിട്ടും ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് 10 ആൻഡ് ഇവിടെ താഴോട്ട്. ഓക്കെ, താഴോട്ട് 12.5. സോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരുമിച്ച് വരച്ചതാണ് കേട്ടോ. കൺഫ്യൂഷൻ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് ഈ പ്രോബ്ലം. സോ നമുക്ക് വേറൊരു പ്രോബ്ലം ഇവിടെ നോക്കാം. നേരത്തെ നമ്മൾ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഫ്രെയിം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഫ്രെയിം ആണ്. സിമ്പിളായിട്ട് 2 സ്റ്റോറി ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സോ അപ്പോൾ കാന്റിലിവർ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സെൻട്രോയിഡ് x⁻ A1 x1 + A2 x2 A1 + A2. ഇതാണ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ x1 എന്ന് പറയുന്നത് നമ്മൾ അതായത് ഓരോ കോളത്തിലോട്ടുള്ള ഫസ്റ്റ് കോളത്തിലോട്ടുള്ള മെഷർമെന്റ്, സെക്കൻഡ് കോളത്തിൽ ഞാൻ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഞാൻ ബേസ് ആയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് കോളമാണ്. സോ ഫസ്റ്റ് കോളായിട്ട് ബേസ് ആയിട്ട് എടുക്കുകയാണ്. സോ
ഫസ്റ്റ് കോളത്തിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് മാത്രമല്ല ഏരിയ രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് അത് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. സോ a ഇൻറ്റു 0 പ്ലസ് a ഇൻറ്റു ഫസ്റ്റ് കോളത്തിനും സെക്കൻഡ് കോളത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ. സോ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ എന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് കിട്ടും. സോ എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആയിട്ടുള്ളത്. നമ്മുടെ സെൻട്രോയിഡ് വരുന്നത് എക്സാക്ട്ലി അറ്റ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെൻട്രോയിഡ് എവിടെയാണ്? സെൻട്രോയിഡ് കറക്റ്റ് നമ്മുടെ എക്സാക്ട് സെൻറ്ററിലാണ് വരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഒരു കോളത്തിൽ ഫസ്റ്റ് കോളത്തിലോട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് കോളത്തിലോട്ടുള്ള മെഷർമെൻറ്റും 3 മീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? സോ നമുക്ക് ഇങ്ങനെ എടുക്കാം. x1 ബാർ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിലോട്ട് സെൻട്രോയിഡിനുള്ള മെഷർമെൻറ്റ് x1 ബാർ എന്ന് പറയുന്നത് which is 3 meter and second കോളത്തിലോട്ടുള്ള മെഷർമെൻറ്റ് സെൻട്രോയിഡിനുള്ള മെഷർമെൻറ്റ് ആണ് 3 meter. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ടോപ്പ് സ്റ്റോറി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. സോ ടേക്കിംഗ് ടോപ്പ് സ്റ്റോറി. സോ ടോപ്പ് സ്റ്റോറി എടുക്കുന്നത് എങ്ങനെയാണ് വരുന്നത്? സോ ഫസ്റ്റ് നമ്മൾ ടോപ്പ് സ്റ്റോറി മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ടോപ്പ് സ്റ്റോറി മാത്രമായിട്ട് എടുക്കാൻ മീൻസ് ഞാൻ ഇതാണ് പോയിന്റ് ഓഫ് കോൺടാക്ട് മെഷർ. അവിടെ വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ പോയിന്റ് ഓഫ് കോൺടാക്ട് മെഷർ. സോ എഴുതി. ദെൻ ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 20 kN. സോ ഇവിടെയാണ് നമ്മുടെ സെൻട്രോയിഡ് കറക്റ്റ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ട്. നമ്മൾ പറഞ്ഞില്ലേ സെൻട്രോയിഡിന്റെ റൈറ്റ് സൈഡിൽ മുകളിലോട്ടും ലെഫ്റ്റ് സൈഡിൽ താഴോട്ടാണ് ഫോഴ്സ് വരിക. സോ F1 ഇനി F2 മുകളിലോട്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ സെക്കൻഡ് അസംപ്ഷൻ പ്രകാരം എങ്ങനെയാണ്? സെക്കൻഡ് അസംപ്ഷൻ പ്രകാരം F1 by A is proportional to x1 bar. A1 is proportional to x1 bar. ഇവിടുത്തെ കേസിൽ F1 by A എന്ന് പറയുന്നത് proportional to 3 ആണ്. അതുപോലെ തന്നെ F2 by A proportional to 3 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് F1 by F2 is equal to 1. സോ F1 equal to F2 ആണ്. സോ ഇതിന് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ F1 ഈക്വൽ ടു F2 എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ്? സിഗ്മ. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു 0 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സിഗ്മ എം അബൌട്ട് ദിസ് പോയിന്റ്, അതായത് ഞാൻ O1 വിളിക്കുകയാണ്. സോ സിഗ്മ എം O1 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ M O1 ഈക്വൽ സിഗ്മ എം O1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? സെൻറ്റർ ഓഫ് ദാറ്റ് മെമ്പർ അല്ലേ? സോ 2 മീറ്റർ ആയിരിക്കും അല്ലേ? സോ ഇത് 2 മീറ്റർ ആയിരിക്കും. ദെൻ 2 ഇൻറ്റു 20 ഇൻറ്റു 2 മൈനസ് F2 ആൻറ്റി ക്ലോക്ക്വൈസ് ആയിട്ടാണ് F2 ആക്ട് ചെയ്യുന്നത്. സോ F2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 6 is equal to 0. Then we get F2 is equal to 40 by 6, that is 6.67 kilometer. Okay, that is F2 is equal to F1 is equal to 6.67 kilonewton എന്നാണല്ലോ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ F1ൻ്റെയും F2ൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് കിട്ടി. ഇനി ഞാനിതിന് ഇവിടെ ഞാൻ F1ൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് പറയുകയാണ്. ഇവിടെ 6.67 എന്ന് കൊടുത്തു. അതേപോലെ F2ന് പകരം 6.67 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ടോപ്പ് സ്റ്റോറിയാണ്. സോ ടോപ്പ് സ്റ്റോറിൻ്റെ മേലേന്ന് ഫോഴ്സുകളൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് ഇവിടെ താഴോട്ട് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് അതേ സെയിം റിയാക്ഷൻ മോഡിലോട്ട് ഉണ്ടാവും അല്ലേ? സോ 6.67. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഇവിടെ വരിക 6 ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. സോ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ മോളിലോട്ട് ഫോഴ്സ് വരുന്ന സമയത്ത് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് താഴോട്ട് വരിക റിയാക്ഷൻ. സോ ഇവിടുന്ന് മോളിലോട്ട് വരുന്ന സമയത്ത് കംപ്രസീവ് ഫോഴ്സ് താഴോട്ട് വരും. ഇവിടെ ടെൻസൈൽ ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്യുന്നത് മെമ്പറിന് മുകളിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് അങ്ങോട്ട് വരും. സോ അതായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഫോഴ്സ്. അതായത് ആക്സിയൽ ഫോഴ്സ് ഓൺ ദി മെമ്പർ, നമ്മുടെ കോളം മെമ്പറിൽ വരുന്ന ആക്സിയൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ ഷിയർ ഫോഴ്സ് ഓൺ ദി ബീം ആയിരിക്കും. സോ പക്ഷേ സൈഡ് നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. മാഗ്നിറ്റ്യൂഡ് തന്നില്ല. സോ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്വാർട്ടർ ഫ്രെയിം മെത്തേഡ് ഡയറക്ഷൻ പറഞ്ഞല്ലോ. സോ സിമിലർ ഡയറക്ഷൻ തന്നെയാണ് വരുന്നത്. സോ ഇവിടെ 6.67 താഴോട്ടാണെങ്കിൽ ഇവിടെ മുകളിലോട്ട്, സമയം ഇവിടെ 6.67 മുകളിലോട്ടാണെങ്കിൽ ഇവിടെ താഴോട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബോട്ടം സ്റ്റോറി. നമുക്ക് ബോട്ടം സ്റ്റോറി ഇതുപോലെ നോക്കാൻ പറ്റും. അപ്പോൾ ബോട്ടം സ്റ്റോറി എടുക്കുകയാണെങ്കിൽ
ആണ്. ഇവിടെ സെക്കൻഡ് ഫ്ലോറിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പോയിന്റ് ഓഫ് കോൺട്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്തു. സോ ഇവിടെ നമുക്ക് 20 kN ഉണ്ട്, ഇവിടെ 40 kN ഉണ്ട്. ആൻഡ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F3 F4 നോക്കുകയാണ് കേട്ടോ. സെൻട്രോയിഡ് ആണ്. സോ ഇവിടെ F3 ആണ് ആക്ട് ചെയ്യുന്നത് ആൻഡ് ഇവിടെ F4 ആണ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിലേഷൻ എഴുതാം. F3 ഈസ് പ്രൊപ്പോർഷണൽ, F3/A ഈസ് പ്രൊപ്പോർഷണൽ ടു 3 ആൻഡ് F4/A ഈസ് പ്രൊപ്പോർഷണൽ ടു 3. ഓക്കെ, സോ F3 ഈക്വൽ ടു F4 നമുക്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ F3 ഈസ് ഈക്വൽ ടു F4 എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ്സ് എടുത്തിട്ട് ബെൻഡിങ് മൊമെന്റ് എബൌട്ട് ദ സെന്റർ ഓഫ് കോൺട്രാക്ഷൻ ഈ പോയിന്റ് എന്ന് പറയുന്നത് O2 ആണെന്ന് വിചാരിക്കാം. സോ സിഗ്മ NO2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. സോ എന്താ വരുന്നത് 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 4 ആണ്, 4 ആണ്, ഇത് 2 ആണ്. സോ 20 ഇൻറ്റു 6 മൈനസ് 4 പ്ലസ് 40 ഇൻറ്റു രണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് 40 ഇൻറ്റു 2 മൈനസ് F2 ഇൻറ്റു F4 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് 6 ഇസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് F4 എത്ര കിട്ടുന്നത്, F4 ഈക്വൽ ടു 200/6. ഓക്കെ, 33.33 kN എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരത്തെ ഇതുപോലെ ഇവിടെ 33.33 kN ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മളിവിടെ ഈ ഫ്ലോറിൻ്റെ ഇവിടെ തൊട്ട് മേലെ ആരുണ്ട്, ഈ ഫ്ലോറിൻ്റെ തൊട്ട് മേലെ ഇവിടെ 33.33 കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഷിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 33.33 ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് 33.33 ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഇവിടെ ആര് വരുന്നുണ്ട്, ഇവിടെ ഈ ഇതിൻ്റെ ആക്സിയൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. തൊട്ട് മേലെ ഉള്ള ഫ്ലോറിൻ്റെ ആക്സിയൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആക്സിയൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇവിടെ ഇങ്ങോട്ടല്ലേ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടുത്തെ കേസിൽ പോയിന്റ് ഓഫ് കോൺട്രാക്ഷൻ താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, അതേസമയം ഇവിടെ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ റിസൾട്ടന്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇവിടെ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ മുകളിൽ വരുന്ന സമയത്ത് നമ്മുടെ 33.33 മെമ്പറിൽ എങ്ങനെയാണ് വരുന്നത്, മുകളിലോട്ടല്ല ആക്ട് ചെയ്യാം. അതേപോലെ ഇവിടെ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ അതായത് ഇത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലാണ് നമ്മൾ 33.33 താഴോട്ട്, ഇവിടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലാണ് മുകളിലോട്ട്. പക്ഷെ മെമ്പറിൽ എടുക്കുന്ന സമയത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഉണ്ടാവും. അതേസമയം ഈ മെമ്പറിൽ വരുന്ന സമയത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് 33.33 ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ റിസൾട്ടന്റ് വരുന്ന സമയത്ത് ഇത് 33.33 ആണ്, ഇതും 33.33 ആണ്. ആൻഡ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6.67 ആണ് അല്ലേ. നേരത്തെ ഫ്ലോറിന്റെ മുകളിലുള്ള ആക്സിയൽ ഫോഴ്സ് ആണ് 6.6. സോ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ റിസൾട്ടന്റ് 33.33 മൈനസ് 6.67 റിസൾട്ടന്റ് ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 26.67 33. ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, സോ 33.33 മൈനസ് 6.67. ഓക്കെ, ആ വാല്യൂ എന്ന് പറയുന്നത് 26.67 ആണ്. സോ 26.67 kN ആണ് അവിടുത്തെ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ ഇപ്പം നമ്മളിതിൻ്റെ ബീമിലുള്ള മൊത്തം നമുക്കിവിടെ ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് മൊത്തം എടുത്ത് വരയ്ക്കുകയാണ്. സോ ഫസ്റ്റ് ഇവിടെ ഉള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 26.67 ആണ്. ആൻഡ് ഇവിടെ ഉള്ളത് വെറും 6.67 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ ഈ 6.67 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, സോ 6.67 ഇൻറ്റു 3, സോ ദാറ്റ് ഇസ് 80. സോറി 80 അല്ല, 6.67 ഇൻറ്റു 33 എന്ന് പറയുന്നത് 20. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ 6.67 ആണ് പ്രോസസ്. 6.67 ഇൻറ്റു 3 എന്ന് പറയുന്നത് 20. ഇവിടെ അതുപോലെ തന്നെ 26.67 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 80, ഇവിടെ 80. ഓക്കെ, സോ ഇത് മനസ്സിലായോ എങ്ങനെയാണ്. സോ ഇനി അതുപോലെ നമ്മൾ നേരത്തെ ബോട്ടം ഫ്രെയിം നമ്മൾ കോളത്തിൽ നിന്ന് ബീമിലോട്ട് പോവുക ചെയ്ത്, ഇവിടെ ബീമിൽ നിന്നാണ് കോളത്തിലോട്ട് പോകുന്നത് കേട്ടോ. സോ ഇവിടെ 20 ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിൽ ബാലൻസ് ചെയ്യുന്ന ഈ ജോയിന്റിൽ ഉണ്ടാവും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 20 ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ
ക്ലോക്ക് വൈസ് ആയിട്ടുള്ള 20നെ ബാലൻസ് ചെയ്യുന്നതിന് ആന്റി ക്ലോക്ക് വൈസ് 20 ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മളിതിൻ്റെ ഇവിടെ സെയിം ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടെങ്കിൽ ഈ ജോയിന്റ് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ ഇവിടെ ഉണ്ടാവും. സോ ഇതൊരു ക്ലോക്ക് വൈസ് 80, ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് 20. അപ്പോൾ 80 ഇവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ നമുക്കറിയാം ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് അറിയാം. സോ എന്ന് പറയുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ m ആന്റി ക്ലോക്ക് മൈനസ് എം പ്ലസ് 80 മൈനസ് 20 ഇസ് ഈക്വൽ ടു 0. സോ m എന്ന് പറയുന്നത് നമുക്ക് 60 കിട്ടും. ഓക്കെ, അപ്പോൾ 60 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ ഇവിടെയും 60 ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ 60. സോ ബെൻഡിങ് മൊമെന്റ് എല്ലാം കിട്ടിയല്ലോ. എല്ലാ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ എടുത്ത് മനസ്സിലായോ? സോ ബെൻഡിങ് മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. സോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഇവിടെ 20, ഇവിടെ ഓൾറെഡി ഇവിടെ 20, ഇവിടെ 20. സോ ഈ കോളത്തിലുള്ള മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 20 + 20 ഡിവൈഡഡ് ബൈ 4. സോ 40/4 എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 10. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 60 + 60 120 ഡിവൈഡഡ് ബൈ 4 30. അതുപോലെ ഇവിടെ വാല്യൂ 10 ആണ്. വാല്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 30. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മുടെ കാൻഡിലിൽ നിന്ന് നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നിങ്ങൾ വരയ്ക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം, കുറച്ചും കൂടെ ഫ്ലോസ് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ആ പ്രോബ്ലം സോ ഇതുപോലത്തെ 2 ഫ്ലോറൊക്കെയാണ്. പക്ഷെ നമുക്ക് ബേസ് 3 ബേകൾ എടുക്കാം. സോ ഇവിടെ എങ്ങനെ ഇവിടെ ലോഡാക്ട് ചെയ്യുന്നുണ്ട്? 12 കിലോന്യൂട്ടൺ ഇവിടെ 24 കിലോന്യൂട്ടൺ ഈ ജോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ജോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിന് ഞാൻ ലെങ്ത് 4 മീറ്റർ ആണ്, ഇത് 5 മീറ്റർ ആണ് ആൻഡ് ദിസ് ഇസ് 6 മീറ്റർ. ഇവിടെ മുതൽ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് ആണ് 4, 5 ആൻഡ് 6. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുള്ളത്. ആൻഡ് ഇതെന്ന് പറയുന്നത് 3 മീറ്റർ. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ വരുന്നത് 4 മീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് അനലൈസ് ചെയ്യണം യൂസിങ് കാന്റിലിവർ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ?